ഈ ഇപ്പോഴത്തെ ആൽബം സോങ്ങുകളൊക്കെ കേൾക്കാറുണ്ടോ? ഇപ്പോഴത്തെ വളരെ റെയറാണ്. ഞാൻ അങ്ങനെ എനിക്കൊന്ന് അങ്ങനെ ഒരു ഹിറ്റ് ആൽബം പണ്ടത്തെ പോലെ ഉണ്ടോ അറിയില്ല. ഇല്ലാലോ അല്ലേ? ഇല്ല ഇല്ല ഇല്ല. അതുകൊണ്ടായിരിക്കും ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ആ സമയത്തുള്ള ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മാപ്പിളപ്പാട്ടുകൾക്കൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത ഇപ്പൊ സ്വീകാര്യത കുറഞ്ഞതാണോ ക്വാളിറ്റി കുറഞ്ഞതാണോ എന്താ ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ട് തോന്നില്ല. കാരണം എനിക്ക് അന്നത്തിനെക്കാട്ടി കുറെ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. പക്ഷെ അതിലെ സോങ്ങിന്റെ ആണോ ഇനി നമ്മുടെ പഴയ ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ആ ഒരു കോമ്പോലൊക്കെ ഇനിയും നല്ല പാട്ടൊക്കെ കിട്ടുമായിരിക്കും ചിലപ്പോ അല്ലേ? മുത്തുമണി കൺമണി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ കുറെ പാട്ടുകളൊക്കെ ഞാൻ അങ്ങനത്തെ ആൽബം ഇപ്പൊ അധികം കണ്ടിട്ടില്ല. അങ്ങനെ ഭയങ്കര ഹിറ്റായ ഒരു പാട്ടുണ്ട് ഇപ്പൊ എനിക്ക് അറിയില്ല കേട്ടോ. ഞാനത് കാണാത്തോണ്ടാണോന്ന് അറിയില്ല. ഇല്ലാന്ന് തോന്നുന്നു. പണ്ടത്തെ ആൽബം സോങ്ങുകൾ ഇപ്പോഴത്തെ റാപ്പ് സോങ്ങുകൾ റീപ്ലേസ് ചെയ്തു തോന്നുന്നുണ്ടോ? അത് ചില ഈ മാപ്പിളപ്പാട്ടിന്റെ തനത് കലാരൂപം ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവരൊക്കെ അന്ന് കുറെയൊക്കെ വിമർശിച്ചിട്ടുണ്ട്. ഞാൻ തന്നെ ഒരു ഈസ്റ്റ് കോസ്റ്റിന്റെ ഒരു ആൽബം നോൺ സ്റ്റോപ്പ് ഒരു ആൽബം ചെയ്തിട്ടുണ്ട്. ഉടനെ ആ പേര് എൻ്റെ അടുത്ത് മറന്ന് ഇപ്പൊ യൂട്യൂബിലൊക്കെ ഉണ്ട്. ഞാനും അൻവറും കൂടി ചെയ്ത ഒരു 5-8 ഇതില്ലേ അപ്പങ്ങളമ്പാട്. അതിപ്പോ സിനിമയുടെ പാട്ടേ. പക്ഷെ ആ പാട്ട് അങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് മാപ്പിള സോങ്. ഞാൻ അങ്ങനെ ചെയ്തു. ഇപ്പൊ ഈ പാട്ട് പാടി എനിക്ക് ആ പാട്ടിന്റെ ഇത് വരികളെ മറന്നുപോയി, ആ ട്യൂണ് മറന്നുപോയി. അപ്പൊ അതിനെ പറ്റിയൊക്കെ കുറെ വിമർശനം. അവര് ആ പാട്ടിനെ അവർ ചീത്തയാക്കുന്നു, അല്ലെങ്കിൽ അതിൻ്റെ ഒരു തനിമ കളയുന്നു, അല്ലെങ്കിൽ ആ ഒരു ഭംഗി പോയി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് കുറച്ചുകൂടെ റാപ്പൊക്കെ കയറ്റി കേൾക്കാനായിരിക്കുമല്ലോ ഇഷ്ടം. ചേച്ചിക്ക് എങ്ങനെയാ ഇഷ്ടം? എനിക്ക് പഴയ പാട്ട് എന്നതാണ് ഇഷ്ടം. റാപ്പ് സോങ്ങുകൾ തനിമ കളഞ്ഞു എന്ന് ചേച്ചിക്ക്? തനിമ കളഞ്ഞു അല്ലേ അപ്പങ്ങളും അതൊക്കെ എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എല്ലാം അങ്ങനെയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എനിക്ക് പഴയ ആ ഒരു പാട്ടിനോട് തന്നെയാണ് താല്പര്യം. ഓക്കെ. ഇപ്പം പഴയ പാട്ടുകൾ പിന്നെയും വീണ്ടും വീണ്ടും ഹിറ്റ് ആവുന്നുണ്ട്. ചേച്ചിയുടെ പാട്ട് അന്നും ഇന്നും ഒരേപോലെ ഫേസിൽ നിൽക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പാട്ട് ഇപ്പൊ ഹിറ്റ് ആവണം എന്ന് ആഗ്രഹമുള്ളതുണ്ടോ ഇപ്പം? ഇപ്പൊ എങ്ങനെ മനസ്സിന്റെ മണറിലൊക്കെ ഇപ്പൊ ഒന്നുകൂടി ട്രെൻഡായിരുന്നെങ്കിൽ എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട്. കാരണം അതൊക്കെ എനിക്ക് കുറച്ചും കൂടി അഭിനയിക്കാനൊക്കെ ചാൻസ് ഉണ്ടായിരുന്ന ഒരു വർക്കായിരുന്നു. അതൊക്കെ ഒന്ന് വീണ്ടും ഇതുപോലെ ഒന്ന് ഹിറ്റായി കാണാം എന്ന് ആഗ്രഹം. ഓക്കെ. ഇപ്പം ഷാഫിക്കയെ പറ്റി പറയുമ്പോൾ ഏറ്റവും മനസ്സിൽ നിൽക്കുന്ന ഒരു ഓർമ്മ എന്തായിരിക്കും? ഷാഫിക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അഭിനയിക്കൊന്നുമില്ല, ഞങ്ങൾ കളിക്കുക. അല്ലെങ്കിൽ ഞങ്ങൾ ചിലപ്പോൾ അടി കൂടുന്ന അതൊക്കെ ആയിരിക്കും വീഡിയോയിൽ എടുക്കുന്നത്. കാരണം അങ്ങനെയാണ് ഡയറക്ടർ ഇന്നൊരു കാര്യം പറയും ഇതാണ് കേട്ടോ. പക്ഷെ നമ്മളവിടെ കിടന്നിട്ട് ഞങ്ങൾ ചിലപ്പം വർത്താനം പറയുന്നത് അങ്ങനെയൊക്കെ ആയിരിക്കും ഷൂട്ട് ചെയ്യുന്നത്. നമ്മളങ്ങനെ അഭിനയിച്ച് അങ്ങനെ തകർക്കും. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നു ആ കോമ്പോ ആൾക്കാർക്ക് കുറച്ചും കൂടി ജെന്യൂനായിട്ട് ഫീൽ ചെയ്തത്. അതായിരിക്കും ആൾക്കാർക്ക് നമ്മളെ അങ്ങനെ ഇഷ്ടപ്പെടാൻ കാരണം. താജുക്കയുടെ ആണെങ്കിലോ? താജുക്ക അങ്ങനെ തന്നെ. പക്ഷെ താജുക്കൻ്റെ അടുത്ത് എനിക്കൊരു കുറച്ചുകൂടി ഒരു ബഹുമാനമുണ്ട്. കാരണം എൻ്റെ ഒരു എന്തോ വലിയൊരാള് എന്നുള്ളത്. പക്ഷെ ഷാഫിക്ക് ഞാൻ പറഞ്ഞില്ലേ ആ ഫാമിലി ആയിട്ട് എനിക്ക് തോന്നുന്നു താജുക്കനെക്കാട്ടി ഷാഫിക്കയുടെ വൈഫും ഒക്കെ ആയിട്ട് ഉമ്മയൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. അപ്പം അതുകൊണ്ടായിരിക്കും ഇവരായിട്ട് വരുമ്പം എനിക്ക് ഞങ്ങളുടെ കോമ്പോ കുറച്ചും കൂടി ഇഷ്ടം. താജുക്കൻ്റെ അടുത്ത് കുഴപ്പമൊന്നുമില്ല, നല്ല കെയറിങ്. ഞാൻ പറഞ്ഞ ഒരു ബ്രദർ സിസ്റ്റർ അതുപോലെ തന്നെയാണ് ഷാഫിക്ക്. അപ്പം രണ്ടുപേരും ഈക്വലാണ്. ഇവർ ഒരുപോലെ തന്ന അഡ്വൈസസ് എന്തെങ്കിലും ഉണ്ടോ? അവരങ്ങനെ തരാം അതിൻ്റെ അവർ അങ്ങനെ ഒന്നുമില്ല. അപ്പൊ നമ്മൾക്ക് അങ്ങനെ തരേണ്ട ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിയിട്ടുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും. ഏറ്റവും റിസ്കി ആയിട്ട് ഷൂട്ട് ചെയ്തത് ഒരു ആൽബം ഏതായിരിക്കും? അങ്ങനെ റിസ്കി ആയിട്ട് ഏതൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് അങ്ങനെ ഒന്നും ഓർമ്മയില്ല അങ്ങനെ ചോദിക്കുമ്പോൾ. ഓക്കെ. സോറി. ഇപ്പൊ ജാഫർക്കായിട്ടുള്ള ഇതിന്റെ കാര്യം പറഞ്ഞല്ലോ, അതിനകത്ത് കുറെ ഡാൻസും കാര്യങ്ങളും ഒക്കെ ഇല്ലേ? അത് എങ്ങനെയുണ്ടായിരുന്നു ശരിക്കും? അങ്ങനെ അത്രയും ഡാൻസ് ഒക്കെ കളിച്ചിട്ടുള്ള സാധനങ്ങളൊന്നും ആ സമയത്ത് നമ്മൾ പാട്ട് കുറച്ചുകൂടെ ഒരു ബീറ്റ് കൂടെ അതിൽ ശരിക്കും അന്ന് ഞാനൊരു കാര്യം പേടിച്ചു. ജാഫർക്ക് മരത്തിന്റെ മുകളിൽ കയറി ചാടുന്നൊരു സീൻ. അത് പതുക്കെ ഇറങ്ങാനാവും തോന്നുന്നു ഡയറക്ടർ പറഞ്ഞത്. ഞാൻ അവിടുന്ന് താഴെ ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാഫർക്ക് ഒരൊറ്റ ചാട്ടം ചാടിയുണ്ട്. ഞാൻ ശരിക്കും അന്ന് പേടിച്ചു. കാരണം അത്രയും ഉയരത്തുനിന്ന് ചാടുമ്പോൾ ആൾക്ക് എന്തെങ്കിലും കാല് പറ്റും. ഭാഗ്യത്തിനൊന്നും പറ്റിയില്ല. ജസ്റ്റ് ഒന്ന് പതുക്കെ ഇറങ്ങാൻ എന്താ പറഞ്ഞത് ആള്. പക്ഷെ ആ ഒരു ആവേശത്തിലാന്ന് തോന്നുന്നു പെട്ടെന്നതായിട്ട് ചാടി. അതൊരു പേടിച്ചൊരു സംഭവമായിരുന്നു. ഈ ശരിക്കും കോഴിക്കോട് കൊയിലാണ്ടിയാണോ? കോഴിക്കോട് അത്തോളി വേളൂരാണ് എൻ്റെ വീട്. കല്യാണം കഴിച്ചത് അത്തോളി. ഒരു 10 മിനിറ്റ് യാത്രയേ ഉള്ളൂ. ഓക്കെ. നിങ്ങൾ അടുത്തടുത്താണല്ലേ? അടുത്തടുത്താണ്. ലവ് മാരേജ് ആയിരുന്നോ? ലവ് മാരേജ് ആണെന്ന് പറയാം, അല്ലെന്ന് പറയാം. അതിന് ആൾക്കാർ പറയാ ഞങ്ങളല്ലാന്ന് പറഞ്ഞാലും ആണെന്ന് പറയാം. അപ്പോൾ അങ്ങനെയാണ് ലവ് മാരേജ് ആണ്.
ഓക്കെ, അങ്ങനെ തന്നെ ഇരിക്കട്ടെ. അങ്ങനെ ഇരിക്കട്ടെ, അത് ഞങ്ങൾക്കും സന്തോഷം. ഓക്കെ, എനിക്ക് പക്ഷെ സ്ലാങ് ഭയങ്കരമായിട്ട് എനിക്ക് ഇല്ലാത്തത് പോലെ തോന്നി. ഇല്ല, കോഴിക്കോട് ഭാഷ എനിക്ക് അധികം വരൂല അങ്ങനെ. അതെനിക്ക് തോന്നുന്നു ഞാൻ പണ്ടും അങ്ങനെയാണ്. ഇങ്ങള് പോയിക്ക് അവിടെ വന്നിക്ക് അങ്ങനെ ഞാൻ പറയലില്ല. കാരണം വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ കുറേ പോകുന്നുണ്ടല്ലോ. അപ്പൊ അവരടുത്തൊക്കെ സംസാരിക്കുമ്പോൾ അതങ്ങനെ സംസാരിച്ച് അതങ്ങ് ഇതായി വന്നു. കാരണം സീരിയലൊക്കെ തുടക്കത്തിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. കാരണം അവരൊക്കെ കളിയാക്കും. അപ്പൊ ആ കളിയാക്കൽ എൻ്റെ മൈൻഡിൽ ഉള്ളതുകൊണ്ടാന്ന്. പിന്നെ ഞാൻ അത് മാറ്റി ഞാൻ സ്വയം മാറി. അങ്ങനെയാണ് മാറിയത്. ഇവിടെ ഏറ്റവും രസമായിട്ട് പറയണത് എന്തായിരിക്കും? എന്ത് ഒരു ഒരു സ്ലാങ് ബേസ്? ആടെ പോയിക്ക്, ഇവിടെ വന്നിക്ക്, കീ 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 കൂട്ടിയെ ഞങ്ങൾ പറയാം. കല്യാണത്തിന് പോയിക്ക്, നിങ്ങൾ വന്നിക്കോ, അങ്ങനത്തെ ഒക്കെ പറയുന്നത്. ഞാൻ ഇവിടെ ഞങ്ങളുടെ ഇടയിലാ പറയുമ്പോൾ അത് പ്രശ്നമല്ല. പക്ഷെ നമ്മൾ എറണാകുളത്തേക്കും തിരുവനന്തപുരത്തേക്കും പോകുമ്പോൾ നമ്മൾ പോയിക്ക് വന്നിക്ക് എന്നൊക്കെ പറയുമ്പോൾ ആൾക്കാർ കളിയാക്കും. അപ്പം അത് നമ്മൾ മനഃപൂർവ്വം അതാ അങ്ങനെ വരരുത് എന്ന് പറഞ്ഞ് അങ്ങനെ പഠിച്ച് പറയുന്ന പോലെ പറഞ്ഞിട്ടാണ് അത് ശീലമായി. പിന്നെ കുഴപ്പമില്ല, ഇപ്പൊ കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കോഴിക്കോട് ഭാഷയിൽ കുറെ കാര്യങ്ങൾ കേൾക്കാനല്ലേ ഭംഗി. കോമഡി ആണെങ്കിലും അത് കേൾക്കാൻ ആൾക്കാർക്ക് ഇഷ്ടമാണ്. അപ്പൊ ഇപ്പം സിനിമകളുടെ ഓഡിഷൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ട്രൈ ചെയ്യാറുണ്ടോ? ഇല്ല, ഞാൻ ഓഡീഷൻ അങ്ങനെ പോയിട്ടില്ല. ഇല്ല, അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇപ്പൊ തീരെ ഇല്ല. ഇപ്പൊ ആളുണ്ടല്ലോ വീട്ടിൽ തന്നെ, ആളെടുത്ത് പറഞ്ഞാൽ വരെ നല്ല വർക്ക് വരുമ്പോ ചെയ്യാലോ. ഹസ്ബൻഡ് ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പുതിയ വഴി. അതാണ്. ഓക്കെ, എനിക്ക് വലിയ താല്പര്യമില്ലാത്തതാണ്. എനിക്ക് മക്കള് പഠിക്കുന്ന ഒരു സമയം അവരൊരു 4 വയസ്സ് വരെ അവരെ കൂടെ ഇരിക്കണം എന്ന് എനിക്ക് തോന്നിയിട്ടാണ്. അല്ലാണ്ട് ഹസ്ബൻഡ് പറഞ്ഞിട്ടൊന്നും ഞാനാ പറഞ്ഞത്. ഒരു 4 വയസ്സ് വരെയെങ്കിലും അവരെ കൂടെ ഇരുന്ന്, കാരണം അവർക്ക് ഇപ്പോഴാണ് നമ്മൾ ഒരു എന്താ പറയുക, LKG ഒരു തറവായിട്ട് കൊടുക്കണം. ആ സമയത്ത് അവരെ കൂടെ ഇരുന്നില്ലെങ്കിൽ പിന്നെ പോയി. നമ്മൾ എത്രയും നമ്മൾ അഭിനയിക്കുകയൊക്കെ ചെയ്തില്ല. നമ്മൾ ആഗ്രഹങ്ങൾ കുറേ ചെയ്ത് കഴിഞ്ഞല്ലോ. ബാക്കി ഇനി കുറച്ച് അവർക്ക് വേണ്ടി കൊടുത്ത് അതിനുശേഷം ഇപ്പോൾ കുഴപ്പമില്ല. ഇനിയിപ്പോൾ എനിക്ക് നല്ല വർക്കൊക്കെ വന്ന് എനിക്ക് ചെയ്യാമല്ലോ. അപ്പൊ ഇപ്പൊ പിള്ളേരൊക്കെ സെറ്റായി വരുന്നുണ്ട്. സെറ്റായി വരുന്നുള്ളൂ, രണ്ടാമത്തെ ആളായിട്ടില്ല, ആവണം. അപ്പൊ ഈ ഇങ്ങനെ ചെയ്യാണ്ടിരിക്കുന്ന സമയത്ത് മിസ് ചെയ്യാറുണ്ടോ ഈ തട്ടം? ചെയ്യാറുണ്ട്. അതിന് ഞാൻ പറഞ്ഞില്ല, ഞാനൊരു ചെറിയ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ഇങ്ങനെ വ്ളോഗൊക്കെ ഇടും. അതിൽ ഇതുപോലെ ഒരു തട്ടിട്ടിട്ടൊരു വീഡിയോ ചെയ്തപ്പം ആൾക്കാർക്ക് അതിൽ ആ ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കി ഇപ്പോഴും ആൾക്കാർക്ക് ഇഷ്ടമാണ്. അല്ലെങ്കിൽ അന്നത്തെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആ വീഡിയോ തപ്പിപ്പിടിച്ചിട്ട് ഇപ്പോഴും ആ വീഡിയോൻ്റെ അകത്ത് അത് ഞാൻ അന്ന് ഹെയർ ചെയ്യുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, സൈഡ് എടുത്ത് പിന്നെ ചെയ്തിട്ട്. അപ്പം അതെങ്ങനെയാണെന്ന് ആ വ്ളോഗിൽ ഇങ്ങനെ കാണിച്ച്. അപ്പം അത് ആൾക്കാർ പറയുന്നത്, ദൈവമേ ഞാൻ അങ്ങനത്തെ ഒരു ഹെയർ സ്റ്റൈല് എത്രയോ വർഷം ഞാൻ അത് കൊണ്ട് നടന്നിട്ടുണ്ട്, എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു അത് കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ആ വീഡിയോൻ്റെ അകത്ത് ഇങ്ങനെ ആൾക്കാർ പറഞ്ഞു. പണ്ടത്തെ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നു. അതെ, ആ ഹെയർ സ്റ്റൈൽ. പിന്നെ തട്ട ഇങ്ങനെ ചെവിൻ്റെ ഉള്ളിൽ കൂടി ഇടും. ഇതൊക്കെ അന്ന് ഇങ്ങനെ കയറ്റി വെച്ചിട്ട് ഇങ്ങനെ ഇടും. ഈ ഒരു സാധനം അത് ഭയങ്കര ഇത് ഇങ്ങനെ ലോക്ക് ചെയ്യുന്നതിനെക്കാട്ടി എനിക്ക് തോന്നുന്നു ഇങ്ങനെ നേരെ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു തോന്നുന്നു. ഇങ്ങനെ ഇടും ഇങ്ങനെ ഇടും. ഇതിപ്പം ട്രെൻഡേ ഇല്ല, പക്ഷെ എനിക്കിപ്പം ഇങ്ങനെ ഇടാനാണ് ഇഷ്ടം. ഇപ്പൊ കുറെ ആൾക്കാർ തട്ടം യൂസ് ചെയ്യാറേ ഇല്ല. ഇപ്പൊ അല്ലേ? എന്നാലും ചേച്ചിക്ക് ഇഷ്ടമായിരിക്കും അല്ലേ? തട്ടത്തിമറയത്തൊക്കെ വന്നപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ മിസ് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? എനിവേ, എന്തായാലും ഒരുപാട് നല്ല കാര്യങ്ങൾ, നല്ല ഓപ്പർച്യൂണിറ്റീസ് ഇനി വരട്ടെ. സുനിതയായിട്ടും ഫാത്തിമയായിട്ടും ഒക്കെ പല രീതിയിൽ ആൾക്കാരിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് വിഷയമാണ്.